അപ്പോൾ ഇത് ജിദ്ദ ബ്ലോഗ് സീരീസ് പാർട്ട് 4 ആണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദമാമിലുള്ള എൻ്റെ ബ്രദറിൻ്റെ വൈഫും കുട്ടിയും നമ്മുടെ അടുത്തോട്ട് വരികയാണ്, ജിദ്ദയിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അവർ നേരത്തെ തലേന്നേ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നു. ആളെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായിരുന്നു. കാരണം നമ്മുടെ വീട്ടിലൊരു ഇതുപോലുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നേ അറിയില്ല. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, നമ്മുടെ ഒരു ഒരു തെറാപ്പി എന്ന് പറയാം. അവരുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല. നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവൻ്റെ കളി ഉണ്ടാകും, അത് മറക്കും ചെയ്യും. അങ്ങനെ അവരെല്ലാവരും വന്നു. അത് വന്നപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, പണ്ടേ ഞാൻ, ഉപ്പ, ഉമ്മ, കാക്കു മാത്രം ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണിത്. ആ ടൈമിൽ ഞങ്ങൾ വന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പം അത് ആ ഒരു ഫീല് വേറെ തന്നെയാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ ഫാമിലി വലുതായി. അപ്പോൾ അങ്ങനെ അവർ റൂമിൽ വന്നതാ. ചെക്കൻ പിന്നെ റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിരത്ത് നിൽക്കില്ല, എല്ലാവരെയും കാട്ടിക്കൊണ്ട് ഇതുപോലെ തന്നെയാണ്. സമയം പോകുന്ന അറിയില്ല. എല്ലാവരെയും നല്ല കുസൃതിയാണ് കേട്ടോ ആള്. നല്ല സംസാരിക്കുകയും ചെയ്യും. കണ്ടില്ല, ഇപ്പോൾ വരാൻ കഴിയാത്ത നമ്മൾ പൊന്നൂന് മാത്രമാണ്. പൊന്നൂനാണെങ്കിൽ നാട്ടിലുള്ള എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ലോക്കാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളെല്ലാവരും കണ്ടിട്ട് ആകെ ഇങ്ങനെ സങ്കടമാകുന്നുണ്ട്. എല്ലാവരും കൂടിയല്ലോ, അവൾ മാത്രം ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറഞ്ഞിട്ട് അവളെ കുറേ നമ്മൾ ചടപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ കഴിക്കുന്ന പൊറാട്ടയും മീൻകറിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓളെ അങ്ങ് സന്തോഷിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് എല്ലാവരും കൂടി ഒന്ന് മാളിലോട്ട് ഇറങ്ങി. അവിടെ അടുത്തൊരു മാളുണ്ട്, ആന്തുലസ് മാൾ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. അവിടെ പോയി ചെക്കനെയും കൊണ്ട് നടക്കലായിരുന്നു എൻ്റെ പണി. അത് വലിയൊരു ടാസ്ക്കാണ്. കാണുന്നുണ്ടാവും, ഒരു നേരെ എൻ്റെ കുട്ടി അടങ്ങി നിൽക്കില്ല. അപ്പം അങ്ങനെ മാളെല്ലാം കാണിച്ച് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പാർക്കും ഉണ്ട്. പാർക്കിൽ പോയപ്പോൾ പിന്നെ അവിടെ പെട്ടുപോയി. കാരണം വെച്ചാൽ അവൻ ഇറങ്ങുന്നില്ല. നമുക്ക് റൂം പോകണ്ടേ, അവനൊന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോയിട്ടൊന്ന് കടന്നു. ലാസ്റ്റ് 2 പെട്ടി കിൻഡർ ജോയ് ഓഫർ ചെയ്തിട്ടാണ് ഇറങ്ങി പോകുന്നത്. അല്ലെങ്കിൽ അവിടെ തന്നെ കൂടുമായിരുന്നു.